നമ്മളൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോ എന്തൊക്കെ കാര്യങ്ങള് നമ്മള് ശ്രദ്ധിക്കണം? ഇതൊരു ലൈഫ് ലോങ് റിലേഷൻ അല്ലേ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആൽക്കഹോളിസം ഉള്ളതാണോ, എന്തെങ്കിലും സബ്സ്റ്റൻസ് അബ്യൂസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണോ, അതുപോലെ പേഴ്സണാലിറ്റി ഇപ്പോൾ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്നൊക്കെ നമ്മളിപ്പോൾ വായിച്ചിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില ആളുകളുടെ സ്വഭാവമായിട്ട് പൊരുത്തപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ ഒന്ന് നമ്മൾ നന്നായിട്ട് സംസാരിക്കണം. ഈ ഒരു 5 മിനിറ്റ് കണ്ട ഒരാളെ ഒന്നും കല്യാണം കഴിക്കാൻ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട ആളെ കല്യാണം കഴിക്കുമ്പോൾ ഇത് നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് ഇരുന്നിട്ട് എവിടെയെങ്കിലും പോയി പല പ്രാവശ്യമായിട്ട് ഒരു മണിക്കൂർ ഒക്കെ ഒരു മണിക്കൂറുകളോളമൊക്കെ സംസാരിച്ചാലാണ് നമുക്കൊരാളെ പറ്റി ഒരു ധാരണയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ മുന്നൊക്കെ ചെയ്യുന്ന മാതിരി നമ്മൾ അന്വേഷിക്കണം ആളുകളെ പറ്റിയിട്ട്. ആളുകൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിലൊക്കെ വിശ്വാസം ഉണ്ടോയെന്നല്ല, എന്നാലും നമ്മളൊരു വ്യക്തിനെ ഒരു നാട്ടിൽ അന്വേഷിക്കുമ്പോൾ എന്തെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് ഒരു നഷ്ടത്തിലായി പോകരുത്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിപരമായിട്ട് തന്നെ സെലക്ട് ചെയ്യണം. പേഴ്സണാലിറ്റി അസസ്മെൻ്റ് ഒക്കെ എപ്പോഴും നല്ലതാണ്. അതൊക്കെ നമ്മൾ കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡാണ്.